കർഷക വിദ്യാപീഠത്തിൻ്റെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. കാസർഗോഡിൻ്റെ തനത് ഒരു കന്നുകാലി വിഭാഗത്തിലെ പശുക്കൾ ആണ് ഈ കാസർഗോഡൊക്കെയുള്ളത്. അത് വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന, അലഞ്ഞു തിരിഞ്ഞ് മേഞ്ഞ് വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തുന്ന ഒരു ഇനമാണ്. അപ്പോൾ പിന്നെ വളരെ ശാന്തശീലർ, കാണാൻ വളരെ കുറിയായിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു 10 ദിവസമായി, പ്രസവിച്ച് 10 ദിവസമായിട്ടേ ഉള്ളൂ. അതിങ്ങനെ ഓടിച്ചാടി നടക്കും. ആദ്യത്തെ ദിവസം തന്നെ അത് എണീറ്റ് നടക്കാൻ തുടങ്ങി, കിടക്കുകയും ചെയ്യില്ല. അങ്ങനെ പിന്നെ അതിൻ്റെ പാലും അതിൻ്റെ ചാണകവും മൂത്രവും ഒക്കെ തന്നെ ഔഷധ ഗുണമുള്ളതാണ്. പറയാൻ കഴിയില്ല, പറഞ്ഞറിയിക്കുന്നതിനപ്പുറം നമ്മുടെ കാർഷിക ജീവിതത്തിൽ ഇത് വലിയ സംഭാവന ചെയ്യുന്നുണ്ട്. ഇവൾ സിനിമ, പിന്നെ ഇവൾ 2 വയസ്സ്, ഇവ കാളക്ക് പ്രായമായിട്ടുള്ള പിന്നെ ഒരു ഇതാണ്. പിന്നെ അവൾ കുട്ടിമണി, അവർക്ക് 4 വയസ്സ് പ്രായമായി. പിന്നെ ഇത് ഗോപികയാണ്, ഇപ്പോൾ പ്രസവിച്ച പശുവാണ്. പിന്നെ ഒരു ലിറ്ററിൽ താഴെ മാത്രമേ പാല് കിട്ടൂ. ഒരു 5 ഗ്ലാസ് 4 ഗ്ലാസ് 3 ഗ്ലാസ് ഇങ്ങനെയായിട്ടേക്കാണ് പാല് കിട്ടും. പിന്നെ ഒരു പ്രത്യേകത, ഇത് കഴുകുന്ന വെള്ളം പ്രത്യേകമായിട്ടൊരു ടാങ്കിൽ ശേഖരിച്ചിട്ട് അത് പറമ്പിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇവർ 3 ആൺകുട്ടികൾ. അതിൽ മൂത്തവനാണ് കുട്ടുണ്ണി. അവൻ കുറച്ച് സ്ട്രോങ്ങാണ്. അപരിചിതരെ കണ്ടാലും ചിലപ്പോൾ വയലൻ്റായിട്ട് നിൽക്കുവെല്ലാം ചെയ്യും, തിരിഞ്ഞു നിൽക്കുവെല്ലാം ചെയ്യും. അവനെ ഒരു വിത്തുകാളയായിട്ടാണ് ഉപയോഗിക്കുന്നത്. വളരെ സ്ട്രോങ് ആണ്. ഇവൻ കപില ഇനത്തിൽ പെടും. ഈ കാസർഗോഡൻ നാടൻ ഇനത്തിൽ അപൂർവമായിട്ടുണ്ടാകുന്ന ഒരു ഇനമാണ് കപില. ഒരു 8 പ്രസവമെല്ലാം കഴിയുമ്പോൾ ഒരു കപില ഇനത്തിലെ ഒരു കുട്ടനെ. ഇവൻ പശുവാണെങ്കിൽ നമുക്ക് വളരെ ശാന്തശീലനാവട്ടെ. ഇവൻ ഒരു കാള കുട്ടനായതുകൊണ്ട് അവൻ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ഇത് നിൽക്കുകയും എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഞാൻ പിന്നെ അതിനെ ഫ്രീ ആയിട്ട് ആർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു. വെച്ചാൽ അറവുകാർക്ക് കൊടുക്കാനുള്ള ഒരു പ്രയാസം കൊണ്ട് പക്ഷെ ആരും ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. ഇതിനെ മാനേജ് ചെയ്യൽ വലിയ പ്രയാസമാണല്ലോ ഈ ആൺകുട്ടികളാണ്. അപ്പോൾ ഇവൻ കുട്ടിരാമൻ, ഇവന് 1.5 വയസ്സ്. അവൻ കുഞ്ഞികൃഷ്ണൻ, അവന് 1 വയസ്സ്. ഇവൻ വളരെ സാധു. ഇപ്പോഴും അയച്ചു വിട്ടാലും നേരെ വീട്ടിൻ്റെ അടുത്തേക്ക് വന്ന് ഒന്ന് തലോടിയെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്നല്ലാണ്ട് വേറെ ഒരു പ്രശ്നക്കാരനുമല്ല. വളരെ സുന്ദരൻ. ഒറിജിനൽ കാസർഗോഡ് പശുവിൻ്റെ ചാണകപ്പൊടി. ഇതിപ്പോൾ ഒരു 6 മാസം ഇങ്ങനെ തണലിലിട്ടിട്ട് സൂര്യപ്രകാശം ഡയറക്റ്റ് ഏൽക്കാതെ, വെള്ളം ഡയറക്റ്റ് കൊള്ളാതെ പോളിത്തീൻ കവറിൽ കവർ ചെയ്ത് വെച്ച ശേഷം അവിടുന്ന് കലക്ട് ചെയ്ത് പൊടിയൊന്നുമില്ല, അത് ഒറിജിനൽ ചാണകം മാത്രം കൈകൊണ്ട് വാരിയെടുത്ത് ഇട്ട് സംസ്കരിക്കും. ഇതാണ് എൻ്റെ കൃഷീൻ്റെ വിജയത്തിൻ്റെ രഹസ്യം. ഏറ്റവും ഒടുവിലായിട്ട് ഉണ്ടാക്കിയ പ്രോഡക്റ്റാണ് ഈ ചാണകപ്പൊടി. അതും നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എൻ്റെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് ഉപയോഗിക്കും. നമ്മൾ